ഹലോ വെൽക്കം ബാക്ക് ടു റിജിനാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വിഭവം ഈ ഇഫ്താർ സമയത്തും അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എഗ്ഗൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലുള്ളൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് നോക്കാം. സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കണേ, അല്ലെങ്കിൽ നല്ല ഉപ്പായിരിക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു പാത്രം എടുക്കുക. അതിലോട്ട് 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാവിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. പിന്നെ അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് ആവശ്യമായ ബ്രെഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസിലൊരു തവ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഓയിലോ അല്ലെങ്കിൽ ഇതുപോലെ ബട്ടറോ തടവി കൊടുക്കാം. അപ്പോൾ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ, അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഈ ബ്രെഡ്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇനി ഈ തവയിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു ബ്രെഡും കൂടി എടുത്തിട്ട് ഇതുപോലെ അടുത്തിന് വെച്ച് കൊടുക്കണം. ഫ്ലെയിം മീഡിയം ലെവലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച സവാള മല്ലിച്ചപ്പില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഇനി മറ്റുള്ള ബ്രെഡുകളും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്കിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോയ്ക്ക് ഒന്ന് കാണാം. അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.